All of you welcome. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്സിലെ 8th ചാപ്റ്ററായ തിയറി ഓഫ് മെട്രിസസ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെട്രിസസിൻ്റെ ന്യൂ കൺസെപ്റ്റുകളാണ് പഠിക്കുന്നത്. അപ്പോൾ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. സോ അത് എന്താണെന്ന് നോക്കാം. റാങ്ക് ഓഫ് എ മെട്രിക്സ്. First of all, consider the m by n matrix. A is equal to A11, A12, etc. A1n and A21, A22, etc. A2n, etc. AM1, AM2, etc. AMN. ഇതൊരു m റോസും n കോളംസുമുള്ള ഒരു മെട്രിക്സ് ആണ്. സോ ഇതിലെ റോസിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. ആ റോസിനെ നമ്മൾ U1, U2, etc. UM എന്ന് വിളിക്കുന്നു. So the rows U1 is equal to A11, A12, etc. A1n and U2 is equal to A21, A22, etc. A2n, etc. UM is equal to AM1, AM2, etc. AMN. ഇതിനെ നമ്മൾ റോ വെക്റ്റേഴ്സ് ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നു. ആർ കോൾഡ് ദ റോ വെക്റ്റേഴ്സ്. ദ റോ വെക്റ്റേഴ്സ് ഓഫ് മെട്രിക്സ് എ. സോ സിമിലർലി നമുക്ക് ഇതുപോലെ കോളം വെക്റ്റേഴ്സ് ഉണ്ട്. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ദെൻ nth കോളം. അതിനെ നമുക്ക് V1, V2, etc. Vn എന്ന് വിളിക്കാം. ആൻഡ് കോളംസ് ആർ V1 is equal to column A11, A21, etc. AM1 and V2 is equal to A12, A22, etc. AM2, etc. Vn is equal to A1n, A2n, etc. AMN are called, എന്താണ് അതിനെ വിളിക്കുക? കോളം വെക്റ്റേഴ്സ്. ആർ കോൾഡ് ദി കോളം വെക്റ്റേഴ്സ് ഓഫ് എ. So the set of all raw vectors, set U1, U2, etc. UM എന്ന് പറയുന്നത് ഒന്നുകിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവാം അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവാം. സോ അതിൻ്റെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് പറയുന്നത്. സോ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ: the rank of an m by n matrix A. അതിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? ഡിനോട്ടഡ് ബൈ റാങ്ക് എ, റാങ്ക് ഓഫ് എ. ഈ രീതിയിലാണ് ഒരു മെട്രിക്സിൻ്റെ റാങ്കിനെ ഡിനോട്ട് ചെയ്യുക. is the maximum number of linearly independent raw vectors in A. Linearly independent raw vectors in A. ദാറ്റ് മീൻസ് ഒരു മെട്രിക്സ് എം ബൈ എൻ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ദി മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്റ്റേഴ്സ് ഇൻ എ. എന്ന് പറഞ്ഞ മെട്രിക്സിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്റ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ മാക്സിമം നമ്പറിനെയാണ് നമ്മൾ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്.
സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ എക്സാമ്പിൾ, ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി 3/4 മെട്രിക്സ്. മെട്രിക്സ് A is equal to 1 1 minus 1 3 2 minus 2 6 8 3 5 minus 7 8. സോ ഈ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടെത്താനാണ് പറഞ്ഞത്. ഇതൊരു 3/4 മെട്രിക്സ് ആണ്. ദാറ്റ് മീൻസ് 3 റോസും 4 കോളംസുമുള്ള മെട്രിക്സ് ആണ്. സോ ഇവിടെ നമുക്ക് 3 റോ വെക്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. സോ ഇതിൻ്റെ റോ വെക്റ്റേഴ്സിനെ നമുക്ക് U1 U2 U3 എന്ന് വിളിക്കാം. അപ്പോൾ ദ റോ വെക്റ്റേഴ്സ് ആർ U1 is equal to 1 1 minus 1 3. അതായത് ഫസ്റ്റ് റോ എടുത്ത് എഴുതുന്നു. U2 എന്ന് പറയുന്നത് എന്താണ്? ആ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ. 2 minus 2 6 8 and U3 is third row. 3 5 minus 7 8. സോ ഈ 3 വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കുക. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. ദാറ്റ് മീൻസ് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ 3 വെക്റ്റേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണെങ്കിൽ റാങ്ക് 3 ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എങ്കിൽ റാങ്ക് 3നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ലെസ് ദാൻ 3 ആയിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എങ്ങനെയാണ് ചെക്ക് ചെയ്യാറ്? ഫോർ എനി 3 സ്കാലാർസ് A1 A2 A3 ഓർ ABC എന്ന് എടുക്കാം നമുക്ക്. അപ്പോൾ ഫോർ എനി റിയൽ നമ്പേഴ്സ് A, B, C, A into U1 plus B into U2 plus C into U3 is equal to 0. 0 vector. That implies A into U1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് റോ. ദാറ്റ് മീൻസ് 1 1 minus 1 3 പ്ലസ് B into U2 എന്ന് പറയുന്നത് 2 minus 2 6 8 plus C into U3 is 3 5 minus 7 8 which is equal to, ഇവിടെ 0 എന്ന് പറയുമ്പോൾ കോളം വെക്റ്റേഴ്സ് റോ വെക്റ്റേഴ്സാണ് വരിക. ഇവിടെ നമുക്ക് ഒരു റോ മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഇവിടുത്തെ 0 എന്ന് പറയുന്ന നേരവും അതുപോലെ എന്തായിരിക്കും? ഒരു റോ മെട്രിക്സ് ആയിരിക്കും. ഫുൾ എലമെൻറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 0 0 0. ഇതാണ് 0 വെക്റ്റർ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഇവിടെ ഒരു ഫസ്റ്റ് കോർഡിനേറ്റ് ഈ 0നോട് ഇക്വേറ്റ് ചെയ്യുന്നു. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് അതുപോലെ സെക്കൻഡ് വൺ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ ഇക്വേറ്റ് ചെയ്യുന്നു. സോ നമുക്കിവിടെ 4 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഇംപ്ലൈസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ വരിക? A into 1 plus 2 into B plus 3 into C is equal to 0. That means A plus 2B plus 3C is equal to 0. Second one now, A into 1 plus B into minus 2 plus C into 5 equal to 0. So A minus 2B plus 5C is equal to 0. Similarly, third one എന്ന് പറയുന്നത് A into minus 1 plus B into 6 plus C into minus 7 is equal to 0. That means minus A plus 6B minus 7C is equal to 0. And last equation is 3 into A plus 8 into B plus 8 into C is equal to 0. 3A plus 6B plus 8C is equal to 0. ഇങ്ങനെ 4 ഇക്വേഷൻസ് കിട്ടി. സോ ഈ 4 ഇക്വേഷൻസും സോൾവ് ചെയ്തിട്ട് എൻ്റെയും ബീൻ്റെയും സീൻ്റെയും വാല്യൂ കണ്ടെത്തണം. സോ നമ്മൾ ഇതിന് ഓരോന്നിനും നെയിം കൊടുക്കുന്നു. ഇക്വേഷൻ 1 2 3 ആൻഡ് 4. സോ നമുക്കിവിടെ ഇക്വേഷൻ 1ഉം 2ഉം നോക്കിയാൽ കാണാം. എ എന്ന് പറഞ്ഞതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? ഈക്വൽ ആണ്. സോ നമുക്ക് ഒന്നിൽ നിന്നും മറ്റൊന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ്
ഇക്വേഷനിൽ നിന്നും നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ദാറ്റ് ഇംപ്ലൈസ് 1ൽ നിന്നും 2 ആണ് മൈനസ് ചെയ്യുന്നത്. സോ എ മൈനസ് എ അതെന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ദെൻ 2b മൈനസ് മൈനസ് 2b വിച്ച് ഈസ് 4b. ഇനി 3c മൈനസ് 5c വിച്ച് ഈസ് മൈനസ് 2c is equal to 0. That implies 4b is equal to 2c. That implies രണ്ട് സൈഡും നമ്മൾ 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? c is equal to 2b. സോ നമുക്ക് ഇതിൽ നിന്നും c is equal to 2b എന്ന് പറഞ്ഞാൽ കിട്ടി. സോ ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 3ലും അതുപോലെ ഇക്വേഷൻ 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് c is equal to 2b in equation 3 we get ഇക്വേഷൻ 3ൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ഇവിടെ മൈനസ് എ ആണുള്ള മൈനസ് എ പ്ലസ് 6b മൈനസ് 7c. അപ്പോൾ 7 ഇൻറ്റു സിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 2b എന്ന് കൊടുക്കുന്നു which is equal to 0 implies that ഇവിടെ മൈനസ് എ പ്ലസ് 6b മൈനസ് 7 ഇൻറ്റു 2b ദാറ്റ് മീൻസ് 2 ഇൻറ്റു 7 ഈസ് 14. അപ്പോൾ 6b മൈനസ് 14b എന്നാണ് വരിക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മൈനസ് 8b എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മൈനസ് എ ആണ്. മൈനസ് എ മൈനസ് 8b ഇസ് ഈക്വൽ ടു 0. സോറി മൈനസ് എ അല്ലേ, മൈനസ് എ. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു എന്ത് കിട്ടും? എ ഈക്വൽ ടു മൈനസ് 8b അല്ലേ? എ ഈക്വൽ ടു മൈനസ് 8b. സോ സിമിലർലി സി ഇസ് ഈക്വൽ ടു 2b എന്ന് പറയുന്ന ഇക്വേഷൻ 4ൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സബ്സ്റ്റിറ്റ്യൂട്ടിങ് c is equal to 2b in equation 4 we get 3a plus 6b plus 8c ആണ്. അപ്പോൾ 8 ഇൻറ്റു സിക്ക് പകരം 2b കൊടുക്കുന്നു which is equal to 0. That implies 3a plus 6bയും ഇവിടുന്ന് 16bയും. സോ എത്രയാണ് കിട്ടുക? 16ഉം 6ഉം ആഡ് ചെയ്താൽ 22. അപ്പോൾ പ്ലസ് 22b ഇസ് ഈക്വൽ ടു 0. ഇവിടെ 6 അല്ല കേട്ടോ, ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ എഴുതിയെടുത്ത് തെറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 8b ആണ് വരുന്നത്. കാരണം ഇവിടെ നോക്കും, ഇവിടെ ഫോർത്ത് ഇക്വേഷൻ അല്ലേ, ഫോർത്ത് ഇക്വേഷനിൽ ബിയുടെ കോർഡിനേറ്റ് എന്താണ്? 8 ആണ്. അപ്പോൾ 8b ആണ് വരിക. ഇവിടെ ഇക്വേഷൻ എഴുതിയെടുത്ത് തെറ്റിയാണ്, ഇത് 8 ആണ്, 8b. സോ നമ്മുടെ ഇക്വേഷനിൽ 3a പ്ലസ് 8b പ്ലസ് 8c ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ 8b എന്ന് വരും. സോ 8bയും 16b ആണ്. സോ ഇവിടെ 24b എന്നാണ് വരിക. 24b ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ 3 നമുക്ക് രണ്ടിലും ഉണ്ട്. സോ കോമൺ ആയിട്ട് എടുക്കാം, അല്ലെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? a പ്ലസ് 8b ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് a ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 8b എന്ന് കിട്ടും. സോ ഇക്വേഷൻ 3 നിന്നും ഇക്വേഷൻ 4 നിന്നും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന a ഇസ് ഈക്വൽ ടു മൈനസ് 8 എന്നാണ്. അതുപോലെ സിയെയും ഇൻ ടേംസ് ഓഫ് ബിയിലാണ് കിട്ടിയിരിക്കുന്നത്. c ഇസ് ഈക്വൽ ടു 2b എന്ന്. സോ നമുക്ക് ഇവിടെ ബിയുടെ വാല്യൂ നോൺ സീറോ വാല്യൂസ് എടുത്തു കഴിഞ്ഞാൽ എയുടെയും സിയുടെയും വാല്യൂസ് നമുക്ക് നോൺ സീറോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബിക്ക് 1 ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ചൂസിങ് b is equal to 1 then we get c is equal to എന്ത് കിട്ടും? c is equal to 2b ആണ്. സോ b 1 ആണെങ്കിൽ c is equal to 2
ആൻഡ് എ ഇസ് ഈക്വൽ ടു മൈനസ് 8b ആണ്. സോ ബിക്ക് 1 കൊടുക്കുമ്പോൾ -8 എന്ന് കിട്ടും. സോ നമുക്ക് എങ്ങനെ എഴുതാം? AU1 എന്നല്ലായിരുന്നു, അപ്പോൾ -8U1 പ്ലസ് BU2 വിച്ച് ഈസ് U2 പ്ലസ് 2U3 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇവിടുത്തെ U1ൻ്റെയും U2ൻ്റെയും U3ൻ്റെയും കോയിഫിഷ്യൻസ് നോൺ സീറോ എടുക്കുമ്പോഴും നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. സോ ദി വെക്റ്റേഴ്സ് U1, U2 ആൻഡ് U3 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് നോൺ സീറോ വാല്യൂസ് കിട്ടി. നമുക്ക് എന്ത് പറയാം? ദെർഫോർ U1, U2, U3 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താവില്ല? 3 ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 ആവില്ല. ഇനി ഇവിടെ നമ്മുടെ U1, U2, U3 എന്തായിരുന്നു? U1 എന്ന് പറയുന്നത് 1, 1, -1, 3. അതുപോലെ U2 എന്ന് പറയുന്നത് 2, -2, 6, 8. ആൻഡ് U3 ഈസ് 3, 5, -7, 8. സോ ഇവിടെ നോക്കൂ, U1 എന്ന് പറയുന്ന U2ൻ്റെ മൾട്ടിപ്പിൾ അല്ല, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ അല്ല. അതുപോലെ U2 എന്ന് പറയുന്ന U1ൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിളും അല്ല. സോ നമുക്ക് എന്ത് പറയാം? U1 ആൻഡ് U2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. കാരണം എന്താണ്? സിൻസ് നൈദർ U1 nor U2 is a constant multiple of other. Is a constant multiple of other. So U1 and U2 are linearly independent. അപ്പോൾ U1ഉം U2ഉം എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ഇവിടെ മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. സോ നമ്മുടെ മെട്രിക്സിൻ്റെ റാങ്ക് എന്താണ്? 2 ആണ്. ഹെൻസ് റാങ്ക് ഓഫ് A ഇസ് ഈക്വൽ ടു 2. സോ ഈ രീതിയിലാണ് നമ്മൾ റോ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ റാങ്ക് കാണുന്നത്. അപ്പോൾ റാങ്ക് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോ വെക്റ്റേഴ്സ്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദി റാങ്ക് ഓഫ് ദി 3/4 മെട്രിക്സ് B is equal to ദ മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട് 6, 2, 3, 4, 0, 5, -3, 1, 0, 0, 7, 2. ഇവിടെയും നമുക്ക് 3 റോസും 4 കോളംസും ആണുള്ളത്. സോ ഇതിൻ്റെ റോ വെക്റ്റേഴ്സിനെ നമ്മൾ U1, U2, U3 എന്ന് എടുക്കുക. സോ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്തായിരിക്കും? 3 ആയിരിക്കും. അതല്ല എങ്കിൽ ഇതിൽ ഏതെങ്കിലും 2 റോ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. സോ ഈ രീതിയിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക. സോ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ റോ ഇക്ലോൺ ഫോമിൽ കണ്ടെത്താം എന്നാണ്. സോ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.